അതൊക്കെ വാഴ കലക്കിയിട്ട് വാറ്റായിട്ട് എടുക്കാറ്. പക്ഷെ വാഴേന്ന് അടിച്ച് കഴിഞ്ഞാൽ കിറങ്ങുന്ന സാധനം കിട്ടും. അത് എടുക്കേണ്ട ശാസ്ത്രീയ വശം ഉണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ നമ്മളെ എക്സസൈസ് പിടിക്കാൻ പറയാൻ വേണ്ടിയിട്ട് അല്ല. ഇത് ഓ സ്വയംഭം സാധനം. ഗൈസ്, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ഉണ്ടോ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോണേ. ഉണ്ണിക്കണ്ണൊക്കെ വെട്ടത്തൊക്കെ പിടിച്ച് നിൽക്കാണ്. നിങ്ങൾ പല തരത്തിലുള്ള ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടാവും ഇല്ലേ? തെങ്ങ് ചെത്തിട്ട് കള്ളു കുടിച്ചിട്ടുണ്ടാവും ആൾക്കാര്, പന എത്തിയിട്ട് പനങ്കള്ളും കുടിച്ചിട്ടുണ്ടാവും. എന്തിന്? നാടൻ വാഷ് കലക്കിയിട്ട് വരെ നല്ല വാറ്റ് കുടിച്ചിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്കൊന്നും അറിയാത്തൊരു സ്പെഷ്യൽ മന്ദാകിനി, അത് നമ്മുടെ വാഴയെന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? പറ്റുമോ? കാണിച്ചുതരാം. അപ്പൊ എന്തായാലും അത് കയ്യോടെ നിങ്ങൾക്ക് കാണിച്ചു തരാനും ഞങ്ങളത് എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിട്ട് പോകണം. അപ്പൊ ദീപക് ഓൾറെഡി പണി തുടങ്ങിയിട്ടുണ്ട്. ദീപക്കിനെ ഓൾറെഡി വിട്ടിട്ട് ദീപക്കിന് ഈ ഒരു ഐഡിയനെ കുറിച്ച് നമുക്ക് ആദ്യം പറഞ്ഞു തരണം കേട്ടാ. ദീപക്കെ ആദ്യം വർക്കിനാളാ. അല്ല ദീപക്കെ, ഇതൊക്കെ ഉള്ളത് തന്നെയാണോ? സത്യം പാടാ. സാധനം ചെത്തിയിട്ട് നല്ല മന്ദാങ്ങിനെ മറക്കും കിട്ടും. അതിനുള്ള പ്രശ്നം നല്ല നീരുള്ള സാധനം. അതെ. അപ്പോൾ വാഴയെന്ന് സത്യം പറഞ്ഞാൽ പഴം മാത്രമല്ല, അതിൻ്റെ കാര്യങ്ങൾ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോ എന്തായാലും ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് കുറച്ച് ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളും കൂടി ഉണ്ട്. അപ്പൊ ഈ നൈസായിട്ട് ഈ സാധനങ്ങളൊക്കെ വെട്ടി കത്തിക്ക് നല്ല മൂർച്ചലാണ്, കുഴപ്പമില്ല. വെട്ടി പോവും. അപ്പൊ ഇങ്ങനെ വെട്ടുന്ന് നല്ല നീരുള്ളതായിരിക്കണം കേട്ടോ. ഇത് കണ്ട നല്ല നീരുള്ളതായിരിക്കണം. ശരിയാ. ഇതൊക്കെ വെട്ടണം. അപ്പൊ ഓക്കണ്ട തീർക്കണട്ടാ. ഓളത് നല്ല നീണ്ടൊക്കെ സംഭവം മേത്തട്ടി കഴിഞ്ഞാല് ഇതാവൂട്ടാ. ഇല്ല പൊള്ളല്ല, മേത്തട്ടി കഴിഞ്ഞാല് ഇതിന്റെ ഒരു കറയുണ്ട്. പക്ഷെ ഇതിന്റെ ഞാൻ കുടിക്കില്ല സാമീന്. പക്ഷെ നമ്മളെ അറിവ് ബാക്കിയുള്ളവർക്ക് പകർന്നു കുഴപ്പമില്ലല്ലോ. ഞാൻ കണ്ടില്ല, ചെത്തമ്പോ ഇങ്ങനെ കള്ളു വീണിട്ടുണ്ട്. നല്ല മൂർച്ചയുള്ള ഓ നോട്ടെ എന്താ കൈ. ഇത് നല്ലതുണ്ട് കേട്ടാ, നല്ലത്. ഇത് മേത്താക്കരുതിട്ടാ. ശാസ്ത്രീയമായിട്ട് ഇത് എടുക്കണ വശമുണ്ട്. ആ വശത്തിലൂടെ തന്നെ എടുക്കാൻ പാടുള്ളൂ, എന്നാലും ഇതിന് സാധനം കിട്ടുള്ളൂ. ഗൈസ്, ഇതിന്റെ കുറെ സംഭവങ്ങളുണ്ട്. അത് ഇതൊരാർക്കും അങ്ങനെ അറിയില്ല. അത് എടുക്കേണ്ട ഓരോ വശങ്ങളുണ്ട്, അതിൽ ഇടേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ മന്ദാകിനി കറക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. സംഭവം മറ്റേതൊക്കെ വാഴ കലക്കിയിട്ട് വാറ്റായിട്ട് എടുക്കാറ്. പക്ഷെ വാഴേന്ന് അടിച്ച് കഴിഞ്ഞാൽ കിറങ്ങുന്ന സാധനം കിട്ടും. അത് എടുക്കേണ്ട ശാസ്ത്രീയ വശം ഉണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ നമ്മളെ എക്സസൈസ് പിടിക്കാൻ പറയാൻ വേണ്ടിയിട്ട് അല്ല. ഇത് അറിയാൻ വേണ്ടിയിട്ടുണ്ട് വീഡിയോ ചെയ്യുന്നത്, അല്ലാണ്ട് എക്സസൈസിനെ വെല്ലുവിളിക്കൊന്നല്ല. എക്സ്പെരിമെന്റ് അധികം ആർക്കും അറിയില്ല. അത് അവിടെ മുറിച്ചെടുത്താലേ. ഓക്കെ കറക്റ്റ് കേട്ടാ. കുറച്ചുകൂടി ഇറക്കടാ, തരിയും കൂടി ഇറക്കി കൊടുക്കാം. കറക്റ്റായിട്ട് ഇറക്കി കൊടുത്താലാണ് നമുക്ക് ആവശ്യമുള്ളതാണ്. അതെ, ഇതാവശ്യം വരും. ഒരു വാഴലും കൂടി എടുത്തു വെക്കാലോ. ഇതൊക്കെ ഏലക്കായ, പെരുംജീരകം വേണം, ഗ്രാമ്പൂവും വേണം. ഫ്ലേവർ കിട്ടുള്ളൂ. കുഴപ്പമില്ല. ഗൈസ്, അപ്പം എന്തായാലും ഇതിൻ്റെ എങ്ങനെയാണ് മെയ്ക്ക് ചെയ്യണത് അതിലാണ് കാര്യക്കണത്. ഇതിൻ്റെ ഒരു പ്രത്യേക തരം നീരാണ് നമുക്ക് വേണ്ടത്. അതെ, നമുക്കിനി കുറച്ച് പണികളുണ്ട്. ഇവിടെ ഹോളാക്കണം, ഹോളാക്കി കുറച്ച് ഇറക്കണം. പിന്നെ അതിൽ നിന്ന് നീര് വരാൻ വേണ്ടിയുള്ള പൈപ്പ് ലൈൻ ഇടണം. പൈപ്പ് നമ്മൾ നാച്ചുറലായിട്ട് നാടൻ സാധനം ചെയ്യുള്ളൂ. പപ്പക്കായ തണ്ടാകുമ്പോ കുറച്ച് പപ്പക്കായ തണ്ട് പൊട്ടിട്ട് അതുവരെ ഇതിങ്ങനെ കുറച്ചുകൂടി പ്രശ്നം ഉണ്ണിക്കണേ വെള്ളടിക്കാനുള്ള മൂടിലല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് പപ്പയുടെ തണ്ട് മുറിച്ചു തരാം. ഉണ്ണിക്കണ്ണ അവിടെ നിന്നോ? അയ്യോ, അവിടെ നിന്നോ? പപ്പക്കായ തണ്ട് എന്ന് പറയുമ്പോ പപ്പക്കായ തണ്ട് ഹോളുണ്ട്. പൈപ്പ് ലൈൻ പോലെ കുറച്ച് നീളം കിട്ടും. അതായത് ശരിക്കണ്ടില്ലേ? ആ മാറ്റണ ശൈലിയിൽ തന്നെ നമ്മ ഈ വാഴ മാറ്റണേ. ഓക്കെ,
ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് നമ്മൾ ജനങ്ങൾ എത്തിക്കാണിത്. സാധനം ഇതൊക്കെ കുടിക്കേണ്ട സാധനം കേട്ടോ, ഹെൽത്ത് ഡ്രിങ്ക് ആണ്. അപ്പൊ ഇതിന് അപ്പുറത്തെ എവിടെ കണ്ടില്ല എത്തത്, കുഴപ്പമില്ല. നോക്കൂ. ഓക്കെ 1 ഓക്കെ 2 മതില്ലേ? 2 മതി. ആദ്യം ഒരെണ്ണം വെച്ച് നോക്കാം. ഓക്കെ നന്നായി നീര് വരാണെങ്കിൽ അധികം എന്തായാലും ചെറിയ വാഴയുണ്ടേ കുറച്ച് നീരുണ്ടല്ലേ? നീര് വരുന്ന വാഴ വേണം. നീരിന്റെ ആ നീര് കറയല്ലോ അതിന്റെ ഉള്ളിൽ സംഭവം വേണ്ടത്. ഉണ്ണിപ്പുള്ളി ഊറ് വരുന്നത് അതിന്ന് നമുക്ക് ആ പാനീയം കുടിക്കുന്നത്. അതാണ് മന്ദാകിനി. ഞങ്ങളെ മന്ദാകിനി ഒരു ഗ്ലാസ് അടിച്ചിട്ട് ഉണ്ണയിക്കണ്ട. നാളെ രാവിലെ എനിക്കുള്ളൂ. അതെ കഷ്ടപ്പെടൊന്നും കിട്ടിയില്ലെങ്കിൽ കിട്ടും. ഇത് കിട്ടണ ഷുഗർ സാധനം. രാവിലെ എണിച്ച് ഉണ്ണിക്കണ്ട സ്കോച്ചിന് പറഞ്ഞ് വിളിച്ചു വരുത്തിയേട്ടാ. അതെ അത് ഞങ്ങൾ എന്തായാലും കുപ്പിടുത്തില്ല. ഞാനൊരു കുപ്പിടുത്തട്ടെ കഴിച്ച് ഞാൻ ഒരു കുപ്പിടുത്തട്ടെ. കുപ്പിക്ക് സംഭവം നമ്മൾ നിറയ്ക്കാൻ പോണത്. ഓക്കെ കുപ്പിടുത്തട്ടെ. മുക്കാലടിത്തോളം താഴ്ചയിൽ കുത്തി വെച്ചിന്. ആദ്യം കുത്തി നോക്കിനായിരുന്നിട്ടാ. ഇത് ഇങ്ങനെ കുത്തിയിട്ട് സെന്ററിലേക്ക് ആക്കണം. സെന്ററിൽ കൂടെ ഒലിച്ചു വരണല്ലേ? കാരണം അത് കറക്റ്റ് ലെവൽ ഉണ്ടെങ്കിൽ ഒലിച്ചിറങ്ങുള്ളൂ. അപ്പൊ ഒരു മോനായിട്ടുള്ള വടിയിൽ ഇങ്ങനെ കുത്തി വെക്കണം. നാച്ചുറൽ സംഭവം നമ്മൾ ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വരും. ഇങ്ങനെ അവിടെ പോയിട്ട് ഏലക്കായ മറ്റേ സാധനം എടുക്കും. വാറ്റിട്ട് വരണ പോലെ ചെറിയ മധുരം ഉണ്ട്. പിന്നെ നമ്മളേ കുപ്പി വെക്കുമ്പോൾ സൂക്ഷിക്കണം. പിന്നെ ഇവിടെ കൂളിംഗ് ഉള്ള സ്ഥലമാണ് കുഴപ്പമില്ല. കൂളിംഗ് ഉള്ള സാധനം കുഴപ്പമില്ല. ഇതിങ്ങനെ വെക്കണം കേട്ടോ. അപ്പൊ ഈ കുപ്പിയിരിക്കണ് ഇപ്പൊ വെക്കുമ്പോ ഇതിനെ കറക്റ്റായിട്ട് മൂടി കെട്ടണം. പിന്നെ സഞ്ജയ് വീട്ടിൽ പോയിട്ട് ഏലക്കായി കരയാകുമ്പോ കൊടുത്തില്ലോ. ഞാൻ പോയിട്ട് ഏലക്കായ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ചെയ്യണത്. അതിലൊന്നും കയറാണ്ടിരിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മൾ ചെയ്യണത്. ഒരു വാഴ ആയതുകൊണ്ട് ഇങ്ങനെ കെട്ടി കൊടുക്കണ്ടേ? ഇപ്പൊ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓ സാധനം എന്തോ വരുന്നേ. ഇപ്പൊ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പോയി എടുത്തേടേ. ഓക്കെ ഉണ്ണിക്കണേ അടിച്ചു മാറ്റരുതിട്ടാ. ഇല്ല ഞാൻ ഉണ്ണി അവർക്ക് ചെയ്യലത്. ഓക്കെ അപ്പൊ ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഇട്ടിച്ചിട്ട് നമ്മ കത്തേക്ക് കുറച്ച് കുത്തി താഴ്ത്താം. ആവണ്ട് സെറ്റ് ആവൂടാ. വെള്ളത്രയില്ലപ്പോ നോക്കൂ. ശരി സാധനം വരും. നമ്മൾ ഒന്നുകൂടി അത് പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. ഓക്കെ കിട്ടിയ അടക്കണുള്ളത്. ഓ അപ്പോൾ വാഴയുടെ വള്ളി കൊണ്ട് തന്നെ ഫുള്ള് വാഴ സെറ്റാക്കിയിട്ട് ഇതൊക്കെ കെട്ടിക്കൊണ്ടിരിക്കട്ടാ. പൊള്ളിമോട് കിട്ടും യെസ് കത്തി അപ്പൊ ആ കത്തിയും വെട്ടോ ഇത് സെറ്റായില്ലെങ്കിൽ ഞാൻ കുടിക്കാനുള്ളതാണ് ഗൈസ്. അപ്പൊ ഞാൻ എന്തായാലും നാളെ രാവിലെ കാണാം. സാധനം നിറഞ്ഞിട്ട് എന്തായാലും എടുത്ത് കുടിക്കണം. വീഡിയോ കാണാം. ബൈ ഇതൊക്കെ നോക്കില്ലേ? ടാറ്റാ. എന്തായിരുന്നു അറിയാണ്ട് എനിക്കൊരു സുഖല്ലേ കഴിച്ചു. എനിക്ക് ആ സാധനം എങ്ങനെ കുടിക്കണം. ദീപക്ക് ഉണ്ണിക്കണ്ണൊക്കെ വരാൻ വേണ്ടി കുറച്ചും വൈകും. ഇത് മോനെ ഇത്ര ആയിട്ടുള്ളൂട്ടാ. എന്തായാലും ഇതിൽ കുടിക്കാം. ആദ്യം ഈ അടപ്പ് മുഴുവൻ നല്ല മണം. ഇത്ര കിട്ടിയിട്ടുണ്ടാവും.
നമ്മൾ ഉദ്ദേശിച്ച മന്ദാകിനി കാണാം. പല്ലപ്പ വേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും വെറും വയറ്റിലടി. ഓ സ്വയംഭ സാധനം. ചോത്തി സ്വയംഭം സാധനം കറക്റ്റായിട്ട് ആ ഒരു ഫ്ലേവർ കറക്റ്റ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് വെള്ളം കൂടി അടിക്കാൻ പറ്റില്ലെന്നുണ്ട്. സംഭവം നമുക്ക് ചെറിയ വാഴയുണ്ട് ഇത്ര കിട്ടിയുള്ളൂ. പക്ഷെ ഉഗ്രം സാധനം. അതൊക്കെ എന്തായാലും ഫ്രിഡ്ജ് കയറ്റിക്ക് ദീപ ഉണ്ണിക്കണ്ണം വന്നിട്ട് അടിക്കുക. ഓ ചേട്ടൻ മോനെ സിഗസിക്കടെ അടിച്ച് കയറുന്നു. ഓ ശരിക്കുള്ള മന്ദാകിനി മാറിക്കേണ്ട ഒരു ഇഷ്ടം നോക്കിയേ. കറക്റ്റ് സാധനം ഇഷ്ടം. തരിയും കൂടി കുടിക്കുക.